ഉമ്മ ഉപ്പ ഇല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു സംഭവം ഒരു 1 year ആയിട്ട് നീ കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ? സ്ട്രഗിൾ അല്ല, ഉമ്മ ഫുൾ ഹാപ്പി ആയിട്ട് ചെയ്യല്. എന്ന് വെച്ചാല് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും അതൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കാം. എന്ന് വെച്ചാല് ഇത് നമ്മള് ടെൻഷന് വെച്ച് അത് ഇപ്പൊ അവിടെ ചെയ്യണ്ടേ, ഇപ്പൊ ഇവിടെ ചെയ്യണ്ടേ, കാര്യമില്ല. എന്തിനാ നമ്മൾ എടുക്കുന്ന ജോലി നമ്മൾക്ക് ഒരു ഫണ്ണായിട്ട് എടുക്കണം. കാരണം ഇപ്പൊ നമ്മളൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലേ അത് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കണം, ഇഷ്ടമുള്ളത് പഠിക്കണം എന്നുള്ള ഒരു സയൻസ് എടുക്കാൻ ടഫാണ്. അപ്പൊ പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാല് അത് ഏതും അടിപൊളി തന്നെയാണ്. കാരണം നമ്മളെ കൊണ്ട് കഴിയൂല അങ്ങനെയൊക്കെ വിചാരിച്ചാല് നമുക്ക് എടുക്കും. നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ ആ നേറ്റിലൂടെ തന്നെ ചെയ്യാം. അതിലൊരു പോസിറ്റീവ് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. സത്യല്ലേ? സത്യമാണ്. നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്താല് അതിപ്പോ എന്തൊരു പണിയാണ്, ഇനിയിപ്പൊ അങ്ങനെ ചെയ്യണം, ഇനിയിപ്പൊ അങ്ങനെ ചെയ്യണം, ഇനിയിപ്പൊ ഞാൻ എണീക്കണം, ഇനിയിപ്പൊ ഞാൻ അതാക്കണം. എന്താ കാര്യം? നമ്മൾ തന്നെ ചെയ്യാത്തത്. ഇതിങ്ങനെ മടി പിടിച്ച് വെച്ചിട്ട് അവർ ചെയ്യൂലല്ലോ. ഇല്ല, നമ്മൾ തന്നെ ചെയ്യണം. സോ അങ്ങനെ ഒരു തോട്ടിലാണ് ഉമ്മ പോകുന്നത് അല്ലേ? ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ നല്ലൊരു ബാക്കിൽ നിന്ന് നല്ലൊരു സ്ട്രെങ്ത് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു സിംഗിൾ പാരന്റ്, ആസ് എ സിംഗിൾ പാരന്റ് ചില സമയത്തൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഉപ്പ പോയതിനു ശേഷം. അപ്പൊ നിങ്ങൾ മക്കള് 5 പേരുണ്ട്. ഈ 5 പേരും ഉമ്മക്ക് ആ ഒരു സപ്പോർട്ടൊക്കെ മെന്റൽ സപ്പോർട്ടൊക്കെ കൊടുക്കാറുണ്ടോ? ഹാപ്പിയാണ്. എന്ന് വെച്ചാല് ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ജോബിനെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് വുമൻസിന്റെ ഡ്രസ് ലൈക്ക്. അപ്പൊ ഇനി കൂടെ കൂട്ടും. കോഴിക്കോടൊക്കെ പോകുമ്പോ ഇപ്പൊ നമ്മൾ ന്യൂജൻ എന്നൊക്കെ വേണം, ന്യൂജൻസിന്റെ ഡ്രസ്സ് നമ്മക്കെല്ലാവരും ഉള്ളൂ. അപ്പൊ അങ്ങനെ ആൾക്കാർ വാങ്ങണം. അപ്പൊ ഇനി കൂടെ കൂട്ടും, നമ്മൾ പോണം. ഇതിപ്പോ നമ്മൾ മടി പിടിച്ചിട്ട് ആക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ആൾക്കൊന്നും കൂടി ഫീൽ ആവാത്തുള്ളത് ഒറ്റക്ക് പോണം. ഓരോ സെലക്ഷൻ വേറെ, നമ്മുടെ സെലക്ഷൻ വേറെ അല്ലേ? അപ്പൊ നീ കൊടുത്തോണ്ടിരിക്കുന്ന ഓരോ സപ്പോർട്ട് മേ ബി ഇവിടെ ചിന്തിക്കുന്നത് ഒരു ന്യൂജൻ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾക്കായിരിക്കും കൂടുതൽ അറിയാം, അതുകൊണ്ട് ഞാനും കൂടെ പോയി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നായിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിന്റെ ഉമ്മ നീ കൂടെ ഉള്ളത് കൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഉമ്മയുടെ വിഷമങ്ങൾ അതുകൊണ്ട് തീരുന്നുണ്ടാവും. സോ ഇതുപോലെ നമ്മുടെ പാരൻസിന്റെ ഉള്ളെന്താണ് എന്നറിയാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല.